സൾഫർ സമ്പന്നമായ വെജിറ്റേറിയൻ റെസിപ്പികളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സൾഫറിന്റെ ഉപയോഗങ്ങൾ, കുറച്ച് സസ്യാഹാര പാചകക്കുറിപ്പുകൾ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ ധാതുവാണ് സൾഫർ. 22 അമൈനോ ആസിഡ്സ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണത്തിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. അത് സൾഫേറ്റഡ് അമൈനോ ആസിഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സൾഫേറ്റഡ് അമൈനോ ആസിഡ്സ് മെഥ്യൂനിൻ, സിസ്റ്റൈൻ എന്നിവയാണ്. സൾഫർ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. ഇത് മ്യൂക്കസ് രൂപീകരണത്തിൽ നിന്നും അണുബാധയിൽ നിന്നും ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ വികാസത്തിൽ ഈ ധാതു ആവശ്യമാണ്. ഇൻസുലിൻ ഉൽപാദനത്തിനും ഇത് സഹായിക്കുന്നു. മറ്റൊരു ട്യൂട്ടോറിയലിൽ സൾഫറിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി നമുക്ക് പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നോക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഈ ട്യൂട്ടോറിയലിൽ ഒരു ബൗൾ എന്ന് പറയുന്നത് 150 മില്ലിലിറ്റേഴ്സ് ആണെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ പാചകക്കുറിപ്പ് സാൻഡ്വിച്ച് ദോക്ലയാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് 3 ടേബിൾ സ്പൂൺ ചാമ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് തൊലിയോടുകൂടി, തൈര് 3 ടേബിൾ സ്പൂൺ, 2 പിടി കഴുകിയ ഗോഗു ഇലകൾ, 2 പച്ചമുളക് കഴുകി അരിഞ്ഞത്, വെളുത്തുള്ളി 2 മുതൽ 1 പിടി മുരിങ്ങയില കഴുകി അരിഞ്ഞതും വേണം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. വറുത്തിടാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 5 മുതൽ 6 വരെ കറിവേപ്പില. നിങ്ങൾക്ക് 2 ടീസ്പൂൺ എണ്ണയോ നെയ്യോ കൂടി ആവശ്യമാണ്. കൂടാതെ പാചകത്തിന് ഉപ്പും. പാചകം ചെയ്യുന്ന രീതി: ചെറുപയർ, ഉഴുന്ന് എന്നിവ കഴുകി 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർക്കുക. വെള്ളം ഊറ്റി അവയെ മിനുസത്തിൽ പൊടിക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മാവിൽ തൈരും ഉപ്പും ചേർക്കുക. ഇത് മിനുസമാർന്നതാക്കാൻ നന്നായി ഇളക്കുക. പാത്രം അടച്ച് ചൂടുള്ള സ്ഥലത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വയ്ക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. എല്ലാം വീണ്ടും നന്നായി യോജിപ്പിക്കുക. ഒരു സ്റ്റീമിംഗ് പ്ലേറ്റിൽ എണ്ണ പുരട്ടി അതിൽ മാവ് ഒഴിക്കുക. മാവ് തുല്യമായി പരത്താൻ പ്ലേറ്റിൽ നന്നായി പരത്തുക. അടുത്തതായി ഒരു സ്റ്റീമറിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. പ്ലേറ്റ് സ്റ്റീമറിൽ വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. സ്റ്റീമർ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ ആവിയിൽ വേവിക്കുക. പ്ലേറ്റ് തണുപ്പിക്കാൻ വെക്കുക. പിന്നീട് ദോക്ല കോണിച്ച കഷ്ണങ്ങളായി മുറിക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഇനി ചട്നി ഉണ്ടാക്കുന്ന വിധം പറയാം. ഒരു ഗ്രൈൻഡറിൽ ഗോഗു ഇല, മല്ലിയില, മുളക്, വെളുത്തുള്ളി, ഉപ്പ് എന്നിവ ചേർക്കുക. ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കട്ടിയുള്ള കുഴമ്പ് രൂപത്തിൽ ആക്കുക. ഗോഗു ഇല ലഭ്യമല്ലെങ്കിൽ മുരിങ്ങയില ഉപയോഗിക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ദോക്ലയുടെ ഒരു കഷ്ണം എടുക്കുക. അതിൽ ചട്നി സമമായി പരത്തുക. മറ്റൊരു കഷ്ണം കൊണ്ട് മൂടുക. ഇത് ഒരു സാൻഡ്വിച്ച് പോലെ ആയിരിക്കണം. മറ്റ് കഷ്ണങ്ങൾക്കും ഇതേ രീതി ആവർത്തിക്കുക. വറുത്തിടാൻ ഒരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. കടുക്, ജീരകം, എള്ള്, കായം, കറിവേപ്പില എന്നിവ ചേർക്കുക. വിത്തുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ദോക്ലയിൽ വറുത്തിട്ടത് ഒഴിക്കുക. സാൻഡ്വിച്ച് ദോക്ല തയ്യാർ. 10 മുതൽ 12 വരെ സാൻഡ്വിച്ച് ദോക്ലയിൽ ഏകദേശം 93 മില്ലിഗ്രാം സൾഫർ അടങ്ങിയിട്ടുണ്ട്. അടുത്ത പാചകക്കുറിപ്പ് പ്രോസോ മില്ലറ്റ് ഉപ്പുമാവ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. 2 ടേബിൾ സ്പൂൺ വരക്, 1 പിടി ഉലുവയില കഴുകിയത്,
ഒരു ഇടത്തരം അരിഞ്ഞ ഉള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് കഴുകി അരിഞ്ഞത്. നിങ്ങൾക്ക് ഇതും ആവശ്യമാണ്. 1 ടേബിൾ സ്പൂൺ കഴുകി അരിഞ്ഞ ക്യാരറ്റ്, 4 മുതൽ 5 വരെ കോളിഫ്ലവർ അല്ലികൾ, 1 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണി, 1 പിടി മുരിങ്ങയില കഴുകി അരിഞ്ഞത്. ഇനി പറയുന്നവ 1 ടീസ്പൂൺ ആവശ്യമാണ്. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യമാണ്. പാചകത്തിന് ഉപ്പും. പാചകം ചെയ്യുന്ന രീതി: വരക് 6 മുതൽ 8 മണിക്കൂർ വരെ കഴുകി കുതിർക്കുക. വെള്ളം ഊറ്റി മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർക്കുക. 1 മിനിറ്റ് വഴറ്റുക. അരിഞ്ഞ ഉള്ളിയും പച്ചക്കറികളും ചേർക്കുക. ഉള്ളി മൃദുവാകുന്നതുവരെ വഴറ്റുക. എല്ലാ മസാലകളും ചേർത്ത് നന്നായി ഇളക്കുക. വരകും 1 കപ്പ് വെള്ളവും ചേർത്ത് ഇടത്തരം തീയിൽ വേവിക്കാൻ അനുവദിക്കുക. ഒരു മൂടി കൊണ്ട് പാത്രം മൂടി 5 മിനിറ്റ് വേവിക്കുക. വരക് ഉപ്പുമാവ് തയ്യാർ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മല്ലിയില കൊണ്ട് അലങ്കരിക്കാം. ഉപ്പുമാവ് തൈരിനൊപ്പം വിളമ്പാം. ഈ പാചകക്കുറിപ്പിൽ ഏകദേശം 165 മില്ലിഗ്രാം സൾഫർ നൽകുന്നു. നമ്മുടെ മൂന്നാമത്തെ പാചകക്കുറിപ്പ് മിക്സഡ് വെജിറ്റബിൾ കട്ട്ലറ്റുകളാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ 2 ടേബിൾ സ്പൂൺ കവടപ്പുല്ല്, ചാമ 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കൂവരക്, 2 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്. നിങ്ങൾക്ക് ഇതും ആവശ്യമാണ്. 1 പിടി ചീരയില കഴുകി അരിഞ്ഞത്, 1 പിടി കാബേജ് കഴുകി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കഴുകി അരിഞ്ഞ ക്യാരറ്റ്, അരിഞ്ഞ ഉള്ളി 2 ടേബിൾ സ്പൂൺ. ഇനി പറയുന്നവ 1 ടീസ്പൂൺ വീതമാണ്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി പറയുന്നവ 1 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പച്ചമുളക് അരിഞ്ഞത്. നിങ്ങൾക്ക് 2 ടീസ്പൂൺ എണ്ണയും ഉപ്പും ആവശ്യാനുസരണം ആവശ്യമാണ്. പാചകം ചെയ്യുന്ന രീതി: കവാടപ്പുല്ല്, ചാമ, കൂവരക് എന്നിവ 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് വെക്കുക. വെള്ളം കളയുക. ഇളം തവിട്ട് നിറമാകുന്നതുവരെ ഇടത്തരം തീയിൽ വറുത്ത് എടുക്കുക. അത് തണുപ്പിക്കാൻ വെക്കുക. അവ ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റുക. അവ പൊടിക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർക്കുക. ഉള്ളി മൃദുവാകുന്നതുവരെ വഴറ്റുക. ചട്ടിയിൽ കാബേജും ക്യാരറ്റും ചേർക്കുക. കുറച്ചു മിനിറ്റ് കൂടി വഴറ്റുക. അടുത്തതായി ചീരയിലകൾ ചേർത്ത് നന്നായി ഇളക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളും ഉപ്പും ചേർക്കുക. വീണ്ടും ഇളക്കി 5 മുതൽ 6 മിനിറ്റ് വരെ വേവിക്കുക. ഇത് തണുപ്പിക്കാൻ വെക്കുക. നേരത്തെ ഉണ്ടാക്കിയ പൊടിയിൽ വേവിച്ച പച്ചക്കറികൾ ചേർക്കുക. ഇനി വറുത്തുവച്ചിരിക്കുന്ന കടലമാവ് ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിൽ ആക്കുക. മാവ് 4 ഭാഗങ്ങളായി തിരിച്ച് കട്ട്ലറ്റ് രൂപത്തിൽ ആക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. ഇരുവശവും കട്ട്ലറ്റ് സ്വർണ്ണ തവിട്ട് നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്യുക. മിക്സഡ് വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാർ. 4 കട്ട്ലറ്റുകളിൽ ഏകദേശം 144 മില്ലിഗ്രാം സൾഫറുണ്ട്. നമ്മുടെ അവസാന പാചകക്കുറിപ്പ് ചട്ടിയിൽ വറുത്ത ചക്കവിത്താണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ ചക്കയുടെ 12 കുരുക്കൾ, ഒരു ഇടത്തരം വലിപ്പമുള്ള ഉള്ളി അരിഞ്ഞത്, ഒരു ഇടത്തരം അരിഞ്ഞ തക്കാളി. ഇനി പറയുന്നവ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, വറുത്ത എള്ള്, നാരങ്ങാനീര്. നിങ്ങൾക്ക് ഇനി പറയുന്നവ 1 ടീസ്പൂൺ ആവശ്യമാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിയിലയും ജീരകപ്പൊടിയും. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ആവശ്യമാണ്. കൂടാതെ പാചകത്തിന് ഉപ്പും. പാചകം ചെയ്യുന്ന രീതി: ചക്കക്കുരു 4 മുതൽ 5 വരെ വിസിൽ പ്രഷർ ചെയ്ത് വേവിക്കുക. അവ ഊറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. തണുപ്പിക്കാൻ വെക്കുക.
തണുത്തു കഴിഞ്ഞ് അവയുടെ തൊലി കളയുക. മസാലകൾ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര് എന്നിവ വിത്തുകളിൽ പുരട്ടുക. ഇത് 10 മിനിറ്റ് മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. ഉള്ളിയും തക്കാളിയും ചേർത്ത് 5 മിനിറ്റ് വഴറ്റുക. അടുത്തതായി ചക്കക്കുരുകൾ ചട്ടിയിൽ ഇടുക. ഇത് 5 മുതൽ 6 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യുക. വിത്തുകൾ മൊരിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വറുത്ത എള്ളുകൊണ്ട് അലങ്കരിക്കുക. ചട്ടിയിൽ ചക്കക്കുരു വറുത്തത് തയ്യാർ. ഈ പാചകക്കുറിപ്പിൽ ഏകദേശം 472 മില്ലിഗ്രാം സൾഫർ അടങ്ങിയിരിക്കുന്നു. നല്ല ആരോഗ്യത്തിന് ഈ പാചകക്കുറിപ്പുകൾ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.